പ്രിയമുള്ളവരെ, ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ കൊണ്ടുവന്ന ഹദീസ്, അൽ ഇമാമുൽ അൽബാനി ഹസനാണെന്ന് വിധി എഴുതിയ ഹദീസ്, മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖൈറു ആദഹ, അൽ ഖൈറു ആദഹ വശർറു ലജാജ. ഖൈർ, നന്മകൾ അത് ശീലമാണ്, അത് ശീലമാകുന്നതാണ്. എന്നാൽ തിന്മയെ സംബന്ധിച്ചിടത്തോളം ശൈത്താനിന്റെ നിരന്തരമായുള്ള പ്രേരണകൾ അത് കഴിഞ്ഞാലല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അതിന് പ്രവേശനമില്ല. എന്നാൽ നന്മകൾ അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ശീലമാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, തഅവ്വദുൽ ഖൈറ, നിങ്ങൾ നന്മകൾ ശീലിക്കുക. ഫഇന്നൽ ഖൈറ ആദ, കാരണം നന്മകൾ ഖൈറുകൾ ആദത്താണ്, ശീലമാകുന്നതാണ്, അത് ശീലങ്ങളാണ്. വഇയ്യാകും വആദതസ് സുവാഫ് മിൻ സൗഫിൻ ഔ മിൻ സൗഫ്, പിന്നീടാകാം എന്നിങ്ങനെ നീട്ടിവെക്കുന്ന ആളുകളുടെ ശീലത്തെ തൊട്ട് നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങൾ ജാഗ്രതയിലാകണം എന്നുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വലാ യസാലുൽ അബ്ദു യുആനി ത്വാഅ, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തനങ്ങൾ നന്മകൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. വയഅലഫുഹാ വയുഹിബ്ബുഹാ വയുസിറുഹാ, അവൻ ആ നന്മകളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റുള്ള കാര്യങ്ങൾക്ക് മുന്നേ ഈ നന്മകൾക്ക് അവൻ മുൻഗണന നൽകിക്കൊണ്ടേയിരിക്കും. ഇതുവരെ ഹത്താ യുർസിലല്ലാഹു സുബ്ഹാനഹു വതആല ബിറഹ്മതിഹി അലൈഹിൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തെ കൊണ്ട് ഇവന്റെ ഈ അടിമയുടെ അടുക്കലേക്ക് അവന്റെ മലക്കുകളെ പറഞ്ഞയക്കും. എന്തിനു വേണ്ടിയാണ്? തഉസ്സുഹു ഇലൈഹി അസ്സാ വതുഹർരിദുഹു അലൈഹാ, ഈ മലക്കുകൾ ഈ അടിമയെ, ഈ മുഅ്മിനെ നന്മയിലേക്ക് അവർ നയിക്കും, നന്മയിലേക്ക് അവർ ഇവനെ പ്രേരിപ്പിക്കും. വതുസ്ഇദുഹു അൻ ഫിറാശിഹി വമജ്ലിസിഹി ഇലൈഹാ, അവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും അവന്റെ വിരിപ്പിൽ നിന്നും മലക്കുകൾ ഇവനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവൻ ഈ അമല് ചെയ്യുന്നത് വരെ. അതേ പ്രിയമുള്ളവരെ, നന്മകളെ സംബന്ധിച്ചിടത്തോളം, ഖൈറായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടക്കത്തിൽ പ്രയാസങ്ങളുണ്ടാകും. അത് ജീവിതത്തിലേക്ക് സ്ഥിരമായി കൊണ്ടുവരുന്നതിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ അത് ചെയ്തുകൊണ്ടേയിരുന്നാൽ, അതിൽ നമ്മൾ സ്ഥിരത കൊണ്ടുവന്നാൽ അത് പിന്നീട് നമുക്ക് ശീലമായി തീരും. പിന്നീട് നമ്മുടെ അസ്വസ്ഥത, പിന്നീട് നമ്മുടെ വേദന, പിന്നീട് നമ്മുടെ ഖേദം അത് ഒഴിവാക്കുന്നതിലായി മാറും. എത്ര ആളുകൾ നാം കണ്ടിട്ടുണ്ട്, സുന്നത്തായ നിസ്കാരം ഒന്ന് തെറ്റിപ്പോയതിൽ, സദഖ നൽകാനുള്ള അവസരം അവർക്ക് ലഭിക്കാതെ പോയതിൽ, കർമ്മങ്ങളെ തൊട്ട് അവർ തെറ്റിക്കപ്പെട്ടതിൽ ഖേദിക്കുന്ന എത്ര ആളുകൾ നാം കണ്ടിട്ടുണ്ട്. ഇല്ല, നാം എത്രയോ വലിയ പ്രവർത്തനങ്ങളായി കാണുന്ന പലതും വാർദ്ധക്യം തങ്ങളുടെ ശരീരങ്ങളെ തളർത്തിക്കളഞ്ഞവർ, താടിരോമങ്ങളിലും മുടിയിലും നരബാധിച്ചവർ, അവർ നിഷ്പ്രയാസം ചെയ്യുന്നത് നാം തന്നെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണിത്? നന്മ ശീലമായി തീർന്നു. നന്മ നാം എത്രത്തോളം നന്മയിൽ മുന്നേറുന്നുവോ അത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് എളുപ്പമാക്കി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ, ആരാണോ നമ്മുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത്, കഠിനമായി പ്രയത്നിക്കുന്നത്, ലനഹ്ദിയന്നഹും സുബ്ലനാ, നമ്മുടെ മാർഗത്തിലേക്ക് നാം അവനെ വഴിതെളിയിക്കുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അൽ-സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹിദായത്തിലേക്കുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാക്കി നൽകും. ഈ ആമുഖത്തിന് ശേഷം പ്രിയമുള്ളവരെ, 10 മാസത്തെ അധ്യാപന വർഷത്തിന് ശേഷം ഒരു അവധിക്കാലത്തേക്കാണ് നാം കടന്നിട്ടുള്ളത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നല്ലതായ കാര്യങ്ങൾ ശീലിപ്പിക്കേണ്ട സമയമാണിത്. 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ അനുജത്തിമാരോട്, നമ്മുടെ മക്കളോട് 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തേത് സഹോദരങ്ങളെ, ആമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈ അധ്യാപന വർഷത്തിൽ നിങ്ങൾ തിരക്കിലായിരുന്നു, പഠനത്തിന്റെ തിരക്കിലായിരുന്നു, അതല്ലാത്ത അതിനോടനുബന്ധിച്ച കാര്യത്തിൽ തിരക്കിലായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ, ഈ 2 മാസങ്ങളിൽ നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഒഴിവിലാണ്. നന്മകൾ ശീലിക്കുക, സുന്നത്തായ നമസ്കാരങ്ങൾ ശീലിക്കുക, ഖുർആനിന്റെ പാരായണം ശീലിക്കുക, നല്ല ആളുകളോടൊത്തുള്ള കൂട്ടുകെട്ട് ശീലിക്കുക, ഇൽമിന്റെ മജ്‌ലിസുകൾ വന്നിരിക്കുന്നത് ശീലിക്കുക, നന്മകൾ നിങ്ങൾ ശീലിക്കുക. എത്ര കുട്ടികൾക്ക് അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല. ഈ ഒഴിവ് ദിവസങ്ങൾ നിങ്ങൾ അതിനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇൽമിന്റെ കാര്യങ്ങളിൽ, ഖുർആനിന്റെ പാരായണം നന്നാക്കുന്നതിൽ, അത് ഹിഫ്ളാക്കുന്നതിൽ, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നതിൽ ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തേത് സഹോദരങ്ങളെ, അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ അതൊരുപാടങ്ങ് അതിൽ സമയം ചെലവഴിച്ച് കളയുന്നതിൽ നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് കാര്യമായാലും അനുവദനീയമായ കാര്യമാണോ ഒരു പരിധിയെ തൊട്ട് അതിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് നമ്മെ ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, അവരുടെ കയ്യിലേക്ക് നാം നൽകുന്ന മൊബൈൽ ഫോണുകൾ, ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ
അതല്ലാത്ത സമയങ്ങൾ പരിധി വിട്ടു കഴിഞ്ഞാൽ ശൈത്താൻ ഇടതുനിന്നും വലതുനിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും അവരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുന്നിൽ ശപഥം ചെയ്തവനാണ്. അതൊന്ന് പരിധി വിട്ടു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ശൈത്താനിന്റെ കർമ്മങ്ങളാണ് അവിടെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് അനുവദനീയമായ കാര്യങ്ങൾ തന്നെ എന്തായിരുന്നാലും ശരി അത് പരിധി വിടുന്നതിനെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, കളിയും ചിരിയും എന്തുമാകാം, പക്ഷെ അതെപ്പോഴാണ് ഹറാമാവുക? കളിയായാലും അനുവദനീയമായ കാര്യമായാലും അതെപ്പോഴാണ് ഹറാമാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ട് നമ്മുടെ കളിയും നമ്മുടെ ചിരിയും നമ്മുടെ ഒത്തുചേരലും അനുവദനീയമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഈ വാജിബായ കാര്യങ്ങളെ തൊട്ട് നമ്മെ തെറ്റിച്ച് കളഞ്ഞാൽ അത് ഹറാമാണ്. പള്ളി ഒന്ന് നിസ്കരിക്കൽ വാജിബല്ലേ ഫർദല്ലേ ആണ്, അതിനെ തൊട്ട് നമ്മുടെ കളി തെറ്റിച്ച് കളഞ്ഞാൽ ഹറാമാണത്. രണ്ടാമത്തെ ഉപദേശം പ്രിയമുള്ളവരെ, അനുവദനീയമായ കാര്യമാണെങ്കിലും അതിലൊരു പരിധി വേണം. അത് പരിധി വിട്ടുകൊണ്ട് നാം വിനിയോഗിക്കുവാൻ പാടുള്ളതെല്ലാം എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്രിയമുള്ളവരെ, നമ്മുടെ ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നാം വ്യാപൃതരാവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഹ്റസ് അലാ മാ യൻഫഉ, നിനക്ക് എന്താണോ ഉപകാരം ചെയ്യുക നിന്റെ ദുനിയാവിലെ ജീവിതത്തിൽ, നിന്റെ ആഖിറത്തിലെ ജീവിതത്തിൽ നിനക്ക് എന്താണോ ഉപകാരം ചെയ്യുക അതിന് നീ ഹിർസ് കാണിക്കുക, അതിന് നീ നന്നായി മുന്നോട്ട് വരിക. എന്നാൽ ഒന്നിലുമല്ലാതെ സമയം കൊന്നുകളയുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ ജനങ്ങളിൽ ധാരാളം പേരും, ആ ധാരാളത്തിൽ നാം പെട്ടിട്ടുണ്ടോ അതല്ല ധാരാളമല്ലാത്ത കുറച്ച് ആളുകളിലാണോ നാം പെട്ടത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. ധാരാളം ആളുകളും ആ രണ്ട് അനുഗ്രഹത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടവരാണ്. അസ്സഹ്ഹതു വൽ ഫറാഗ്, ഒന്നാമത്തേത് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് സമയമാണ്. അതുകൊണ്ട് ഈ ഒഴിവ് സമയത്ത് നാം വിനിയോഗിക്കേണ്ടത് ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാധ്യതയും അവിടെ ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതുപോലെ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണീയരാണ്, നിങ്ങൾ ഓരോരുത്തർക്കും അധികാരമുള്ളവരാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, അവന്റെ പ്രജകളെക്കുറിച്ച്, അവൻ ആരുടെ മുകളിലാണോ ഒരു അധികാരമുള്ളത് അവരെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 2 മാസത്തിൽ അവരോട് അടുക്കണം, മാനസികമായിട്ട് അടുക്കണം. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തും തുറന്നു പറയാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാഫിദു അലാ അബ്നായിക്കും ഫിസ്സലാത്ത്, നിങ്ങളുടെ മക്കളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. വഅഉദൂഹുൽ ഖൈർ, നന്മകൾ നിങ്ങൾ അവരെ കൊണ്ട് ശീലമാക്കിപ്പിക്കണം. ഫഇന്നൽ ഖൈറ ആദ, കാരണം ഖൈർ നന്മകൾ അത് ആദത്തുകളാണ്, ശീലമാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് നന്മകൾ അവരെ ശീലിപ്പിക്കുക, നിസ്കാരങ്ങൾ ശീലിപ്പിക്കുക, നോമ്പുകൾ ശീലിപ്പിക്കുക, നിഖാബ് ഹിജാബ് പൂർണ്ണമായി ശരീരം മറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ പെൺകുട്ടികളെ കൊണ്ട് ശീലമാക്കിപ്പിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നീട് അവർ അവരുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സമയത്തേക്ക് വരുമ്പോൾ ഈ ശീലങ്ങളെ മാറുന്നത്, ഈ ശീലങ്ങളെ തൊട്ട് തിന്മകളിലേക്ക് തെറ്റിപ്പോകുന്നത് അവർക്ക് അസ്വസ്ഥത തോന്നാം. അതുവരെ നിങ്ങൾ നന്മകൾ അവരെ കൊണ്ട് ശീലമാക്കിപ്പിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. ഫുളൈൽ ഇബ്നു അയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, റഅ മാലിക് ഇബ്നു ദീനാർ റജുലൻ യുസീഉ സ്വലാതഹു, മാലിക് ഇബ്നു ദീനാർ ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരം തെറ്റായ രൂപത്തിൽ നിസ്കരിക്കുന്നതായി കണ്ടു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അർഹമനി ബിഅയാലിഹി, ഞാൻ അദ്ദേഹത്തിന്റെ ഈ നിസ്കാരം തെറ്റായ രൂപത്തിൽ നിർവഹിക്കുന്നവന്റെ കുടുംബത്തെ ആലോചിച്ച് ഞാൻ സഹതപിക്കുകയാണ്. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, യാ അബാ യഹ്യ, അല്ലയോ അബൂ യഹ്യ, മാലിക് ഇബ്നു ദീനാർ യുസീഉ ഹാദാ സ്വലാതഹു വതർഹമു അയാലഹു, ഇദ്ദേഹമാണല്ലോ നിസ്കാരം തെറ്റായി നിസ്കരിക്കുന്നത്, പിന്നീട് നിങ്ങൾക്ക് എന്തിനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആലോചിച്ച് സഹതപിക്കേണ്ട കാര്യം വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നഹു കബീറുഹും വമിൻഹു യതഅല്ലമൂന, അവനാണ് അവരിലെ കുടുംബത്തിലെ മുതിർന്നവൻ, അവരെ കണ്ടിട്ടാണ് ഇവർ പഠിക്കുന്നത് എന്ന് മാലിക് ഇബ്നു ദീനാർ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അവരെ കൂട്ടണം. ശീലിപ്പിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും കണ്ണുരുട്ടി നെറ്റി ചുളിച്ചിട്ടുള്ള ശീലിപ്പിക്കലല്ല, പകരം നമ്മിൽ നിന്ന് അവർ കാണണം, നമ്മുടെ വാക്കുകളെക്കാളും നമ്മുടെ പ്രവർത്തനങ്ങളാണ് അവരിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കൂടെ കൂട്ടുക, നന്മകൾ നമ്മിൽ നിന്ന് അവർ കണ്ടുപഠിക്കട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇരുലോകങ്ങളിലും ഇഹലോകത്തും പരലോകത്തും നമുക്ക് സഹായമേകുന്ന, നമുക്ക് താങ്ങും തണലുമാകുന്ന മക്കളായ നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തിച്ച് എടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഹിദായത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അവസാനത്തെ ശ്വാസം വരെ ആ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.